എന്തിനാണ് ഈ ജാതി നോക്കുന്നത്? മനുഷ്യനുള്ളിടത്തോളം കാലം ഈ ജാതി വികാരം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ജാതിയിൽ താഴ്ന്ന ഒരു യുവാവിനെ വിവാഹം കഴിച്ച ഗർഭിണിയായ മകളെ അച്ഛൻ തലക്കടിച്ചു. എന്റെ സ്റ്റാറ്റസ് എനിക്ക് നിലനിർത്തിയേ പറ്റുള്ളൂ, നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് നാണം കെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്യുന്നത് എന്താ? ഒരാൾ കൊല്ലുന്നു, പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആളെ നമ്മൾ കൊല്ലുന്നു, നമ്മൾ ജയിലിൽ പോകുന്നു. അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. ഏറ്റവും താഴ്ന്ന ജാതിയിൽ തന്നെ അതിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കില്ല, കുട്ടികൾ തമ്മിൽ സംസാരിക്കില്ല. നമ്മൾ വളർത്തുന്ന രീതിയാണ് പ്രശ്നം. പക്ഷെ നമ്മളിങ്ങനെ കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഹോസ്റ്റലുകളിലൊക്കെ നിന്ന്, എനിക്ക് ഹോസ്റ്റലുകളൊക്കെ അതിന് ഒരുപാട് സഹായിക്കും. കൗസല്യയുടെ മുമ്പിൽ വെച്ച് കൗസല്യയുടെ അച്ഛനും അമ്മയുടെ സഹോദരനും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്ന ആ ഒരു കഥ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മലയാളികളൊക്കെ മറക്കുമെന്ന്. ചിത്രേ, ഈ 21-ാം നൂറ്റാണ്ടില് ജാതി മതം ഇതൊന്നും ബന്ധങ്ങളെ ബാധിക്കില്ല എന്നൊരു കാര്യം ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവരാ ചിന്തിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്തിട്ടാണ് അങ്ങനെ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഞാൻ ഇത് ചോദിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു വാർത്ത പുറത്തേക്ക് വന്നത്. ജാതിയിൽ താഴ്ന്ന ഒരു യുവാവിനെ വിവാഹം കഴിച്ച മകളെ, ഗർഭിണിയായ മകളെ അച്ഛൻ തലക്കടിച്ചു കൊന്നു. അപ്പോൾ ആ ഒരു വാർത്ത കണ്ട സമയത്ത് ഈ പറയുന്ന ജാതീയത അതിപ്പോഴും, അല്ലെങ്കിൽ ആ ജാതി മതം എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറി ഇപ്പോഴും ബന്ധങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത് അവര് വളർന്നിട്ടുള്ള ഒരു രീതികൾ വെച്ചിട്ടാണ് പിന്നെ ഈ ജാതിഭ്രാന്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പാരൻസ്, ഇപ്പം ഞാൻ വളർന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ പാരൻസ് ഭയങ്കര ഈ സ്ട്രിക്റ്റ് ജാതിയും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ്. അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ വീട്ടിൽ കയറ്റത്തില്ല, അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കും അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു ജാതിഭ്രാന്ത് എന്തായാലും ഉണ്ടാവും. നാളെ എൻ്റെ വളർന്നു വരുമ്പോൾ എൻ്റെ മക്കളാരെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. നമ്മൾ വളർത്തുന്ന രീതിയാണ് പ്രശ്നം. അതായത് നമ്മൾ ഇങ്ങനത്തെ ഭയങ്കര പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ വളർന്നു വന്ന വഴി അനുസരിച്ചാണ് നമ്മൾ ഈ ആൾക്കാരോട് എന്താ പറയാ ഇടപഴകുന്നതൊക്കെ രീതി അനുസരിച്ചാണ് ആ ഒരു സാധനം മാറി വരുന്നത്. കുറെയൊക്കെ അത് മാറ്റാൻ പറ്റുന്നത് കുറച്ച് പഠിച്ചൊക്കെ കഴിയുമ്പോഴേക്കും, അതായത് കുറെ ആളുകളായിട്ട് കമ്പനി വരുമ്പോൾ നമ്മൾ പറയാറില്ലേ ലോകം കാണണം. ലോകം കാണണം എന്ന് വെച്ചാൽ ലോകം ചുറ്റി കണ്ടിട്ട് കാര്യമില്ല, ആൾക്കാരുടെ ജീവിതങ്ങൾ കാണണം, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി. ഇതാണ് ലോകം കാണാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ലോകം പോയി ചുറ്റി കണ്ടിട്ട് വരുന്നവന് ബോധം ഉണ്ടാവും എന്നല്ല പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി മനുഷ്യരാണ് എന്നുള്ള ഒരു പരിഗണനയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വളർത്തി വന്നിട്ടുള്ളത്, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ജാതീയതയൊക്കെ മാറി മനുഷ്യന്മാരെ മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുമ്പോഴാണ് ആ സാധനങ്ങളൊക്കെ മാറി വരുന്നത്. ചിലപ്പോൾ നമ്മുടെ പാരൻസ് ചിലപ്പോൾ അങ്ങനെ ഭയങ്കര ജാതി ബോധമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഹോസ്റ്റലുകളിലൊക്കെ നിന്ന്, എനിക്ക് ഹോസ്റ്റലുകളൊക്കെ അതിന് ഒരുപാട് സഹായിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴികളൊന്നും ഉണ്ടാവില്ല. എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഒരേ പാത്രത്തിൽ ഉണ്ടു എന്നൊക്കെ വരാം, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് കിടന്നു എന്ന് വരാം, ചിലപ്പോൾ അവരവരുടെ ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ യൂസ് ചെയ്തെന്നൊക്കെ വരാം. പക്ഷെ ഈ ജാതിയൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ വളർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി മാറി ചിന്തിക്കാനായിട്ട് ഇങ്ങനത്തുള്ള പഠിത്തം ഒക്കെ ദൂരത്ത് പോയി പഠിക്കുക അങ്ങനെയൊക്കെ നടക്കുമ്പോഴേക്കും കുറച്ചൊക്കെ മാറി വരും. പക്ഷെ ഇവരുടെ കേസിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചില ആൾക്കാർക്ക് ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. അപ്പോഴാണ് ഈ പറയുന്ന പേരന്റിങ് എന്ന് വെച്ചാൽ ഇത്രയധികം ജാതി അല്ലെങ്കിൽ ജാതി മത ബോധമുള്ള ആ ഒരു പേരന്റിങ്ങിന്റെ അകത്ത് പെട്ട അല്ലെങ്കിൽ ആ ഒരു കുട്ടി തന്നെയാണ് ജാതി മതം ഒന്നും നോക്കാതെ മറ്റൊരു യുവാവിനെ, പ്രണയം മാത്രമാണ് അവിടെ ഒരു മാനദണ്ഡമായിട്ടുള്ളത്, അയാളുടെ ജാതിയോ മതമോ അയാളുടെ ഫിനാൻഷ്യൽ അങ്ങനത്തെ പരിഗണന ഒന്നും കൊടുത്തിട്ടില്ല. കൗസല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. കൗസല്യയെ കല്യാണം കഴിച്ച് നാട്ടിലേക്ക് വരും. കൗസല്യയുടെ മുമ്പിൽ വെച്ച് കൗസല്യയുടെ അച്ഛനും
അമ്മയുടെ സഹോദരനും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്ന ആ ഒരു കഥ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മലയാളികളൊക്കെ മറക്കുമെന്ന്, ആ ഒരു പേര് പോലും. അപ്പൊ അതിനകത്തിലും ഞാൻ ഈ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ പേരൻസ് ഒക്കെ എന്ന് പറയുന്നത് കൊടിയ ജാതീയത ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്നിട്ടും അവരുടെ മക്കളാണ് ശരിക്കും ആ ഒരു ജാതി അല്ലെങ്കിൽ ആ ഒരു കാര്യം നോക്കാതെ പ്രണയിക്കുന്നതും, പക്ഷേ മകളാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ അവിടെ നശിക്കുന്നത് അവരുടെ ജീവിതമാണ്, അവരെ തന്നെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ പേരന്റിങ് പോകുന്നത്? ജാതീയതയുടെ ഒരു വിഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് പ്രയോറിറ്റി എന്താ, എൻ്റെ ഈ പറയുന്ന സറൗണ്ടിങ്ങിൽ എൻ്റെ സ്റ്റാറ്റസ് ആണ്. അവിടെ എൻ്റെ മകളെ ഞാൻ കൊന്ന് ജയിലിൽ പോകുന്ന അച്ഛൻ, അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും അവിടെ അവരതൊരു ക്രെഡിറ്റ് ആയിട്ടായിരിക്കും കണ്ടേക്കുന്നത്. എൻ്റെ മകള് ഒരു അന്യജാതിക്കാരനെ പ്രണയിച്ചു കല്യാണം കഴിച്ചു, അപ്പോ എനിക്ക് ആ ഒരു എൻ്റെ സ്റ്റാറ്റസ് എനിക്ക് നിലനിർത്തിയേ പറ്റുള്ളൂ, നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് നാണം കെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്യുന്നത് എന്താ? ഒരാളെ കൊല്ലുന്നു, ജയിലിൽ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് കുഴപ്പമില്ല, അത് അവർക്ക് ഓക്കെ, ഞാൻ ഇതിനാണ് ജയിലിൽ പോയത്. ചില ആൾക്കാർ പറയണ കേട്ടിട്ടില്ലേ, ഇപ്പം എന്താ പറയാ, പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആളെ നമ്മൾ കൊല്ലുന്നു, നമ്മൾ ജയിലിൽ പോകുന്നു. അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. ഓക്കെ, നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഒരാൾ ശ്രമിച്ചു എന്ന് വെച്ചാൽ അത് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് അല്പം പറയുമ്പോഴേക്ക് എന്നെ ഉപദ്രവിക്കാൻ നോക്കി, എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, നമ്മൾ ചെയ്യേണ്ടി വന്നു, അതിന് ഞാൻ ജയിലിൽ പോയി കിടക്കുന്നു, ഓക്കെ ഞാൻ കിടന്നോളാം എന്നുള്ള രീതിയിലാണ്. അതൊക്കെ കുറച്ചൊരു രസമുണ്ട് കേൾക്കാൻ. ഇത് എന്തിന്റെ പേരിൽ ഒരാളെ കൊല്ലുന്നത്? അത് അവരവരുടെ ജീവിതം ജീവിക്കട്ടെ, ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, വീട്ടിൽ കേറ്റാതിരുന്നാ മതിയല്ലോ, ആരും വരുന്നില്ലല്ലോ വീട്ടിലോട്ട്. അവര് അന്വേഷിച്ച്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനത്തെ കേസുകളൊക്കെ, ഈ നീനുവിന്റെ കേസ്, ഇങ്ങനത്തെ കേസുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കും, ചർച്ച ചെയ്യും, ഇപ്പോഴെന്തിനു ഈ ജാതി മതമൊക്കെ നോക്കുന്നത്. പക്ഷെ നമ്മുടെ സറൗണ്ടിങ്സിൽ ഇനി ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ മൈൻഡിൽ ഈ ഒരു കാര്യമുണ്ട്. ഞാനിത് മനസ്സിലാക്കിയത്, ഇൻസ്റ്റഗ്രാമിലൊരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവര് ഇത്തരം ഈ പറയുന്ന ഫിനാൻഷ്യലി താഴെയുള്ള ഗ്രാമങ്ങളിലേക്ക് ചെന്ന്, എന്നുവെച്ചാൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഒന്നും എത്താത്ത ഗ്രാമങ്ങളിലേക്ക് ചെന്ന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കെയർ ആണത്. അപ്പോൾ അവരുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കാണുന്നത്, ഈ പറയുന്ന രീതിയിൽ ഫിനാൻഷ്യലി വളരെ താഴ്ന്ന എഡ്യൂക്കേഷൻ ഇല്ലാത്ത, ജാതീയപരമായി താഴ്ന്ന ഒരു കോളനിയാണത്. ആ കോളനിക്കകത്ത് തന്നെ എൻ്റെ ചിത്ര 2 ഇതുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും താഴ്ന്ന ജാതിയിൽ തന്നെ ഏറ്റവും താഴെ ജാതിക്കാരെ മറ്റൊരു സ്ഥലത്താണ്. വെച്ചാൽ അവർ തമ്മിൽ മിണ്ടത്തില്ല, കുട്ടികൾ തമ്മിൽ സംസാരിക്കില്ല. അതിനകത്ത് തന്നെ അപ്പൊ തന്നെ ആലോചിച്ച് നോക്ക്, ഏറ്റവും താഴ്ന്ന ജാതിയിൽ തന്നെ അതിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കില്ല. എന്നുവെച്ചാൽ അവരുടെ ഇടയിൽ ആ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല, തമ്മിൽ കല്യാണം കഴിക്കില്ല, ഈ ഇതിനകത്തിൽ മാത്രമേ അവർ കല്യാണം കഴിക്കുള്ളൂ. ഇത് കണ്ട സമയത്താണ് നമ്മളിങ്ങനെ 21ാം നൂറ്റാണ്ടായി, ഇപ്പൊ ഇങ്ങനത്തെ ജാതീയതയൊന്നും ഇല്ല, ഇപ്പൊ എല്ലാവരും കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയെന്ന് വിചാരിക്കുമ്പോൾ ഇത് ഒന്നും അപ്ഗ്രേഡ് ആവാത്ത അത്രയധികം ആൾക്കാർ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും പല വീട്ടുകളിൽ ഈ അടുത്തിടയിൽ ഭയങ്കര കുറച്ച് നാളായിട്ടുണ്ട് ട്രെൻഡിങ് ആയ ഒരു കാര്യമായിരുന്നു. ദിയാകൃഷ്ണ ഈ കുഴി കുത്തിയിട്ട് കഞ്ഞി കൊടുത്തിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. അത് അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ കണ്ടു വളർന്ന ഒരു കാര്യമായിരിക്കും പറഞ്ഞത്. പക്ഷെ പണ്ടൊരു കാലത്ത് ഈ ജാതീയപരമായി മാറ്റി നിർത്തിയിട്ട് കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിൽ പണ്ട് ഞാൻ കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് കുഴി കുത്തിയിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദിയാകൃഷ്ണ ഇവിടെ പറയുന്നത് പ്ലേറ്റിന്റെ ഈ പറയുന്ന കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അന്ന് ഇങ്ങനെ കൊടുത്തതെന്ന് പറയുമ്പോഴും പക്ഷെ പണ്ട് ഇവിടെ എങ്ങനെയല്ല കൊടുത്തതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ജാതീയപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്ന് ചിത്ര നേരത്തെ പറഞ്ഞ പോലെ അത് അവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ എന്തോ ഒരു മോശമാണ്, എന്നെക്കാട്ട് ജാതി കുറവാണ്, അവരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ആ ഒരു തോട്ടിൽ നിന്നാണ് അന്ന് ഈ ഒരു സിസ്റ്റം ഇവിടെ നിലനിന്നിരുന്നത്. ഇത് തന്നെ നമ്മളിങ്ങനെ ഞാനങ്ങനെ കൊടുത്തിരുന്നു, എൻ്റെ വീട്ടിൽ ഇങ്ങനെ കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും ഇവർക്ക് എന്തോ ഒരു മോശമാണ്, ഈ ദളിത് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്തോ മോശമാണ്, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള എല്ലാ കാറ്റഗറീസും എന്തോ ഒരു മോശമാണ്, നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലേ. നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ട് കേട്ട് വളർന്നതാണെങ്കിലും നമ്മൾ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, പണ്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു തോട്ടിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും നമ്മളിന്ന് ബ്ലാങ്ക് ആയി മാറുന്നുണ്ടെങ്കിൽ നമ്മളതിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന കേസുകളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള ഇത്രയും അധികം ജാതിയുടെ നോക്കുന്ന ആൾക്കാരെന്ന് പറയും, എന്തിനാണ് ഈ ജാതിയൊക്കെ നോക്കുന്നത്, ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചൂടെ. സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും ഇവർ ഈ പറയുന്ന നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, അതേപോലെ കൃത്യമായിട്ടുള്ള അവരുടെ ജാതീയപരമായിട്ടുള്ള മാട്രിമോണി പോയി ഈ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടായിരിക്കും ഈ പറയുന്നത് എന്തിനാണ് ഈ ജാതി നോക്കുന്നത്, എന്തിനാണ് ഈ മതം നോക്കുന്നത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് ഈ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ എന്തെങ്കിലും മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2036 മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പക്ഷെ ഞാൻ പറഞ്ഞേനെ, പക്ഷെ ഞാൻ ഇത്തരം ഒരു കോളനീസ് ഒക്കെ കണ്ട സമയത്ത് ഇപ്പോഴും എഡ്യൂക്കേഷൻ എത്താത്ത സ്ഥലങ്ങളിൽ ഇതിപ്പോഴും അങ്ങനെ തന്നെ പഴയ കോളനി സമ്പ്രദായം തന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുമ്പോൾ എപ്പോഴും അത് കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് തോന്നുന്നത്. കാരണം 2036 ആയാലും 50 ആയാലും ഇവരുടെ കുട്ടികൾ തന്നെയല്ലേ വീണ്ടും അവിടെ വളരാൻ പോകുന്നത്. അപ്പൊ എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്? ഒരു 10 വർഷം കഴിഞ്ഞിട്ടും ഒരു ദുരഭിമാനക്കൊല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അത്ഭുതം ഉണ്ടാവേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ഇത് നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര കാലങ്ങളോളം ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും എന്നുള്ളൊരു സംവിധാനമുണ്ട്. പക്ഷെ തോത് കുറയുമായിരിക്കും. പക്ഷെ അത് പൂർണ്ണമായി ഇല്ലാതാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനുള്ളിടത്തോളം കാലം ഈ ജാതി വികാരം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും.